നമസ്കാരം ഗൈസ്, സമ്മറാണ്, വേർത്തൊലിക്കുകയാണ്. സമയം രാത്രി 11:30, ഏകദേശം 12:30 വരെയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ. സോ അറ്റ്ലീസ്റ്റ് ആ ഡെഡിക്കേഷന് വേണ്ടിയിട്ടെങ്കിലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് OnePlus Nord CE4 5G. അപ്പം നോർഡ് 4 സീരീസിലെ ഫസ്റ്റ് ഫോണാണ്. അപ്പം നമ്മൾ നോർഡ് 3ൻ്റെ ആ ഒരു സീരീസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നോർഡ് 3 ആയിരുന്നു ഹയർ വേരിയൻറ്റ്, നോർഡ് CE3 ആണ് ഒരു മിഡിൽ വേരിയൻ്റ് എന്ന് പറയാം, നോർഡ് CE3 ലൈറ്റ് ആണ് ആ ഒരു ലോവർ വേരിയൻ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു സ്വീറ്റ് സ്പോട്ടാണ്, അതായത് നടുക്ക് നിൽക്കുന്ന വേരിയൻ്റാണ്. അപ്പോൾ നോർഡ് CE4ഉം ആ നടുക്കിലേക്കുള്ള വരുന്ന സാധനമാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ നോർഡ് CE3ക്ക് അധികം വലിയൊരു രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ്. കാരണം 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് OnePlus ഒരു കംബാക്ക് വരുത്താൻ നോക്കുകയാണ്. അത് ബാറ്ററി സെക്ഷനിലായാലും അത്യാവശ്യം ക്യാമറയിലായാലും അത്യാവശ്യം ഡിസ്പ്ലേയിലായാലും പെർഫോമൻസിലായാലും ശരി, ഓൾറൗണ്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ OnePlusൻ്റെ ഒരു പ്രീമിയം കാറ്റഗറി നിലനിർത്തിക്കൊണ്ട്, പ്രീമിയം സംഭവം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ 25,000 രൂപയ്ക്കൊക്കെ ഇപ്പോൾ ഫോൺ കൊണ്ടുവരുന്നത് നല്ലൊരു മൂവ് തന്നെയാണ്. ഞാൻ പണ്ടൊക്കെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു OnePlusൻ്റെ വില കുറഞ്ഞ ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അത് OnePlusൻ്റെ ലെഗസി ഉള്ള കാലഘട്ടത്തായിരുന്നു. ഇപ്പോൾ അത്ര ലെഗസി ഇല്ലെങ്കിൽ കൂടിയും നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. അപ്പം ആ ഒരു ബ്രാൻഡിൻ്റെ ഭാഗത്ത് അത്യാവശ്യം വാല്യൂ ഫോർ മണി കൺസെപ്റ്റിലേക്ക് ഒരു ഫോൺ വരിക എന്ന് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, നല്ല ഫോണാണ്. സോ വീഡിയോ അവസാനം വരുന്നത് കാണുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാൻ ടെക് റിലേറ്റഡ് ആയിട്ട് കണ്ടൻറ്റുകൾക്ക് വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറുള്ളത്. എന്നാൽ ചെറിയൊരു ടീസർ തരാം, ഓട്ടോമൊബൈൽ കണ്ടൻറ്റിന് വേണ്ടിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ കാറ്, ബൈക്ക് എന്നുള്ള കണ്ടൻറ്റുകൾ കൊണ്ടുവരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, നമ്മളതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ മൊത്തം ഇരുന്ന് കാണുക. സബ്സ്ക്രൈബ് ആൻഡ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് ഫസ്റ്റിനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ബോക്സ് ആൻഡ് പ്രൈസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ബോക്സിൻ്റെ അകത്തൊരു നല്ല കളേർഡ് ആയിട്ടുള്ളൊരു കേസ് വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ല, ഒരു റബ്ബർ കേസ്. പിന്നെ റെഡ് കേബിൾ വരുന്നുണ്ട്, A to C ആണ്, ടൈപ്പ് A to ടൈപ്പ് C കേബിളാണ് സാധാരണ നമ്മളെ റെഡ് കേബിൾ, അതായത് OnePlus സാധാരണ തരുന്ന. പിന്നെ ഒരു 100 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്, ദാറ്റ്സ് ഗ്രേറ്റ്. 100 വാട്ട്സിൻ്റെ ചാർജർ പെട്ടിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പ്രൈസ് നോക്കുവാണെങ്കിൽ 8GB 128GB ബേസ് വേരിയൻറ്റിൻ്റെ വില 25,000 രൂപയും 8GB 256GB വില 27,000 രൂപയും 1,500 രൂപയുടെ HDFC ICICI കാർഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓഫ് ഉണ്ട്. അപ്പം എഫക്റ്റീവ് പ്രൈസ് 25,000 1,500 കുറച്ചാൽ, ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്, 23,500 നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റും കിട്ടും. 27,500 കുറച്ചാൽ 25,500 നിങ്ങൾക്ക് ടോപ്പ് വേരിയൻറ്റും കിട്ടും. അപ്പോൾ 25,500 256 എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള കാലങ്ങളിൽ ഒരു 4 കൊല്ലമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 256 നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതാണ് ഫ്യൂച്ചർ പ്രൂഫ്. ഇനി ഡിസൈൻ ആ ഒരു കാറ്റഗറി നമ്മൾ ഇൻ്റർഫേസ് നോക്കുന്ന സമയത്ത് ഡിസൈൻ ഒരു ട്രഡീഷണൽ ഡിസൈനാണ് നമ്മൾ കണ്ടുവരുന്ന. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്, ഭയങ്കര ന്യൂ ജെൻ മോഡൽ സംഭവമൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു പക്ക ഡിസൈൻ. പക്ഷേ പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് വരുന്നത്. ഇനി IP റേറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IP54 ആണ് വരുന്നത്. ജസ്റ്റ് സ്പ്ലാഷ് പ്രൂഫ് മാത്രമേ ഉള്ളൂ, നമുക്ക് വെള്ളത്തിൽ പിടിച്ച് മുക്കാനൊന്നും പറ്റില്ല, ചെറിയ മഴയൊന്നും കൊണ്ടാൽ പ്രശ്നമില്ല. 185 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്, 8.4 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പം 8.4 അത് ഒരു കയ്യിൽ പിടിക്കാനൊരു ഭയങ്കര അടിപൊളി ഇൻഹാൻഡ് ഫീലെന്നും പറയാൻ പറ്റില്ല, എന്നാൽ അധികം ലോ ആണെന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ ഫോണിൽ കിട്ടും. പിന്നെ പ്ലാസ്റ്റിക് ആണ്, 2 കളർ വേരിയൻസിലാണ് നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടുന്നത്, ഒരു സെലഡോൺ മാർബിളും പിന്നെ ഒരു ഡാർക്ക് ക്രോമും, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡുള്ളതും ഒരു ഡാർക്ക് ഷെയ്ഡുള്ളതും. അപ്പം രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സമയത്ത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇടാം, അത് 1 TB വരെ എക്സ്പാൻഡബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമയത്ത് 2 സിമ്മ് മാത്രമേ ഇടാൻ പറ്റൂ, മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഒരു സിം ഒരു മെമ്മറി, അല്ലെങ്കിൽ 2 സിം, അങ്ങനെയാണ് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ട്. ഇനി USB ടൈപ്പ് C പോർട്ട് 2.0 ആണ്, 3.2 ഒന്നും കൊടുത്തിട്ടില്ല. അലേർട്ട് സ്ലൈഡറും ഇവിടെ വരുന്നില്ല. OnePlus ആയതുകൊണ്ട് സ്പെഷ്യൽ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. കൊടുക്കാമായിരുന്നു, കാരണം അതൊരു 25-ന് അവരൊരു മാറ്റം ഉണ്ടാക്കിയേനെ. കാരണം നത്തിങ് ആണ് ഇവരുടെ കോമ്പറ്റീഷൻ. അതിൽ ലൈറ്റ് കത്തും, ഇതിലൊരു അലേർട്ട് സ്ലൈഡർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല കോമ്പറ്റീഷൻ ആയേനെ. പക്ഷെ എന്നാലും കോമ്പറ്റീഷൻ തന്നെയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഡിസ്പ്ലേൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD+ ഫ്ലാറ്റ് AMOLED സ്ക്രീനാണ്. 10 ബിറ്റിൻ്റെ 1.07 ബില്യൺ കളർ ഷെയ്ഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനാണ്. ഫ്ലാറ്റാണ്, പ്രോപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കർവ്ഡിൻ്റെ ഒരു ഫാനല്ല, കർവ്ഡ് എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ കർവ്ഡിൻ്റെ പുറത്ത് 3D കർവ്ഡിനേക്കാളും ഞാൻ ഫ്ലാറ്റ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. കാരണം
സ്ക്രീൻ ഗാർഡിൻ്റെ കാര്യം നോക്കിയാലും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നോക്കിയാലും സെക്യൂരിറ്റി നോക്കിയാലും, അതായത് വീണ് പൊട്ടിക്കഴിഞ്ഞാലും റീപ്ലേസ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി നല്ല സ്ക്രീൻ ഗാർഡ് കിട്ടും, എന്ത് നോക്കിയാലും നമുക്ക് ഫ്ലാറ്റ് ആയിരിക്കും നല്ലത്. കാണാനുള്ള രസത്ത് ഇപ്പം ബെസൽസ് ചുരുങ്ങി വരുന്നുണ്ട്. അത് ഈ ഫോണിൻ്റെ നോക്കിയാലും സെൻറ്റർ പഞ്ച് ഹോളാണ്, സൈഡിലുള്ള ബെസൽസ് എല്ലാം പക്കയാണ്. 93.3% പുറത്ത് 93.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണാൻ രസമുണ്ട്. അപ്പം ഫ്ലാറ്റ് നല്ല രസമുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് കൊടുക്കണമായിരുന്നു, പക്ഷെ അവർ കൊടുത്തിട്ടില്ല. 1100 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 900 നിറ്റ്സിൻ്റെ ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം വെട്ടത്തിലൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ബ്രൈറ്റ്നസ് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഫ്ലിക്കറിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ട് തലവേദനയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതൊക്കെ നെറ്റ്ഫ്ലിക്സിലും കിട്ടുന്നുണ്ട്, യൂട്യൂബിലും കിട്ടുന്നുണ്ട്. വൈഡ് വൈൻ L1 വരുന്നുണ്ട്. TUV റൈൻലാൻഡിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ P3 സപ്പോർട്ടഡ് ആണ്, അതായത് DCI P3 കളർ ഗാമറ്റ്, sRGB സപ്പോർട്ടഡ് ആണ്. ഇങ്ങനത്തെ വെരിഫിക്കേഷൻ അല്ല, സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഹൈറസിൻ്റെ വൈഡ് വയർലെസ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിനെ കുറിച്ച് മെൻഷൻ അവർ ചെയ്തിട്ടില്ല. സോ ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. LSDC LDAC 2 കോഡക്കുകളും നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്ഫോൺസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് പക്കയാണ്, ഒരു കുഴപ്പമില്ല. 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിൽ നല്ല ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ്, അതിലൊരു സംശയവുമില്ല. ഇനി നമ്മൾ പെർഫോമൻസ് സൈഡ് നോക്കുന്ന സമയത്ത്, ചിപ്സെറ്റ് ആൻഡ് പെർഫോമൻസ് സൈഡ് നോക്കുന്ന സമയത്ത് Qualcomm Snapdragon 7 Gen 3 5G ചിപ്സെറ്റ് ക്ലിയർലി നത്തിങ് ഫോൺ 2നെ ബീറ്റ് ചെയ്തു. 2A ബീറ്റ് ചെയ്തു. അതായത് നത്തിങ് ഫോൺ 2 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, കിട്ടിയത് ലൈറ്റ് കത്തും, പ്ലസ് നമുക്കൊരു 7200 അൾട്ര അല്ല 7200 Pro എന്ന് പറയുന്ന ഒരു MediaTek ചിപ്സെറ്റ് ആയിരുന്നു. അതിനേക്കാളും എന്തുകൊണ്ടും മികച്ചതാണ് ഈ ചിപ്സെറ്റ്. LPDDR4X UFS 3.1 4nm TSMC ഫാബ്രിക്കേഷൻ ടെക്നോളജി. സോ ഓവറോൾ നല്ലൊരു ചിപ്സെറ്റാണ്. നിങ്ങൾക്ക് 8,49,000 പുറത്ത് 5 സ്കോർ കിട്ടുന്നുണ്ട്. സോ 25,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ആവശ്യം, ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇതൊക്കെ തന്നെ ധാരാളം. സോ അങ്ങനെ നോക്കുമ്പം നല്ല പെർഫോമൻസും കിട്ടുന്നുണ്ട്. ജെൻഷിൻ ഇമ്പാക്റ്റ് 42 FPS നിങ്ങൾക്ക് നല്ല സുഹൃത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അതായത് 60 FPS 42 FPS സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. 76% ആണ് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് 30 മിനിറ്റിൻ്റെ 40 ത്രെഡ്സിൽ കിട്ടിയത്. സോ ഓവറോൾ നല്ലൊരു പിന്നെ BGMI COD ഒക്കെ 60 FPS ഗെയിമിങ് നല്ല പുട്ടുപോലെ കളിക്കാൻ പറ്റും. സോ ഗെയിമിങ്ങും വലിയ കുഴപ്പമില്ല. ഹീറ്റിംഗ് ചെറിയ രീതിയിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതൊരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ഫോണല്ല. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പോക്കോ X6 Pro അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് നോക്കുക. ഇതൊരു കുറച്ചുകൂടി ഓവറോൾ സെറ്റപ്പിലുള്ള ഫോണാണ്. ഇനി നിങ്ങൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ്, അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമില്ല. നോർമൽ യൂസേജും കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററി, 100 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ്, അത് പെട്ടിയിലെ സാധനം കിട്ടുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സാംസങ് ഗാലക്സി S21 FE നത്തിങ് ഫോൺ 2 ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പം ഞാനത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ കൊടുത്തേക്കാം. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന മോട്ടോ എഡ്ജ് 50 Pro 5G എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് IP54 പകരം IP68 കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്, അതിവിടെ കൊടുക്കണമായിരുന്നു, അത് ഇവർ കൊടുത്തിട്ടില്ല. പിന്നെ പക്ഷേ അതേ സമയത്ത് നല്ല ഗംഭീര ചാർജിങ് സ്പീഡ് ഉണ്ടെന്ന് മാത്രമല്ല, നല്ല ഗംഭീര ബാറ്ററി ലൈഫ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല 8 ഹവേഴ്സിൻ്റെ പുറത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അതൊരു മികച്ച ഇത് തന്നെയാണ്. കാരണം ഇപ്പോൾ OnePlus പണ്ട് തെറി കേട്ടിരുന്നത് ബാറ്ററി ലൈഫിനായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പ്രശംസ വാങ്ങിക്കൊണ്ടിരിക്കുന്നതും ബാറ്ററി ലൈഫിന് തന്നെയാണ്. അതൊരു നല്ല കംബാക്കാണ്, എനിക്കിഷ്ടപ്പെട്ടു. OnePlus 12-ലായാലും 12R-ലായാലും ഇതിലായാലും ഒരു ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. ഇനി സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Android 14 Oxygen OS 14 ബേസ്ഡ് ഓൺ Android 14 കിട്ടാവുന്നതിൽ ലേറ്റസ്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. 2+3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്. പക്ഷേ നത്തിങ്ങിൽ 3 ഇയേഴ്സ് ആയിരുന്നു ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, ഇവിടെ 2 ഇയേഴ്സ് മാത്രമേ ഉള്ളൂ. Android 15 16 കിട്ടും, കുഴപ്പമില്ല. 3 ഇയേഴ്സ് കൊടുക്കേണ്ടതായിരുന്നു. എനിവേ കുറച്ച് ബ്ലോട്ട്വെയറും കാര്യങ്ങളും വരുന്നുണ്ട്. അവർ സെറ്റപ്പിൻ്റെ സമയത്ത് ചോദിക്കുന്നില്ല, ജസ്റ്റ് അങ്ങ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിവേ
അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് വലിയ ഉറപ്പിക്കലൊന്നും ഉണ്ടാവില്ല. ഓക്സിജൻ OSൻ്റെ ആ ഒരു സംഭവം എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്, ഫേസ് അൺലോക്ക് വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, Wi-Fi 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ് വരുന്നത്, IP54ൻ്റെ സ്പ്ലാഷ് പ്രൂഫ് റേറ്റിംഗ് ഞാൻ പറഞ്ഞു, NFC-യുടെ സപ്പോർട്ട് വരുന്നില്ല, USB വേർഷൻ 2.0 ആണ് വരുന്നത്, 2x2 മിമോയുടെ സപ്പോർട്ടും വരുന്നുണ്ട്. ഇനി ക്യാമറയെ കുറിച്ച് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നോക്കുന്ന സമയത്ത് 50 മെഗാ പിക്സലിൻ്റെ സോണി LYT600 OIS സെൻസറാണ് പ്രൈമറി ക്യാമറ. 8 മെഗാ പിക്സലിൻ്റെ ഒരു സോണി IMX355 എന്ന് പറയുന്ന സെൻസറാണ് അൾട്രാ വൈഡ് ക്യാമറ. അങ്ങനെ 2 ക്യാമറയാണ് വരുന്നത്. ഫങ്ഷണൽ സെറ്റപ്പ് എനിക്കിഷ്ടപ്പെട്ടു, കാരണം വലിയ തള്ളിമറിയും പരിപാടിയൊന്നുമില്ല. ഇതാണ് ഒരു പ്രോപ്പർ സെറ്റപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടു. അതും നല്ല രീതിയിലുള്ള സാമ്പിൾസ് തരുന്നുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ ഒരു നോർമൽ സെൽഫി ക്യാമറയാണ്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. നല്ല ഡീസൻറ്റ്, 25,000-ന് ഡീസൻ്റാന്ന് പറയുന്ന ഫോട്ടോസും വീഡിയോസുമാണ് തരുന്നത്. ഭയങ്കര ഗ്രേറ്റാന്ന് പറയുന്നില്ല, പക്ഷേ ഡീസൻ്റാണ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ്. 4K 30 FPS ആണ് ബാക്കിലെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഫ്രണ്ടിൽ ട്രഡീഷണലായിട്ട് ആർക്കും വേണ്ടാത്ത 1080p at 30 FPS. അതൊന്ന് മാറേണ്ട സമയം കഴിഞ്ഞു സീരിയസ്ലി. കാരണം അറ്റ്ലീസ്റ്റ് ബാക്ക് ക്യാമറ ഇപ്പം 4K കിട്ടുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ ഫ്രണ്ട് ക്യാമറയും 4K വേണോടേ. 25,000 രൂപയാണ്. സാംസങ് ഒക്കെ തരുന്നുണ്ട് ഒരുവിധം. അറ്റ്ലീസ്റ്റ് 1080p at 60 FPS എങ്കിലും എന്താ, അത്രയേ ഉള്ളൊരു അത്. പിന്നെ അതൊക്കെ എല്ലാ ഫോണിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി എൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്ന നേരം, ഓവറോൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആയോ ഡൗട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. എന്തായാലും ഇത്രയും നേരം കണ്ടതല്ലേ, നിങ്ങൾ കുറച്ചുകൂടി കാണും. എന്തായാലും നനഞ്ഞില്ലേ, ഇനിയിപ്പോൾ കുളിച്ചിട്ട് കയറാം. അപ്പം ഈ ഫോണിനെ കുറിച്ച് കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ നല്ല ഫോണാണ്, ഒരു സംശയമില്ല. അത്യാവശ്യം വാല്യൂ ഫോർ മണി കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഗെയിമിങ് പറ്റും. എന്നാൽ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് അല്ല, സമയം പോക്കിന് ഗെയിം ചെയ്യുന്നവർക്ക് ഗെയിം കളിക്കാം. എന്നാലും നല്ല അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. ഇനി ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ കുറിച്ച് നോക്കുന്നതാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഗ്രീൻ ലൈൻ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അതൊക്കെ ഓരോ അപ്ഡേറ്റ് പോലെ ഇരിക്കും, നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷേ OnePlus അതിന് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതായത് ഗ്രീൻ ലൈൻ ഒക്കെ നല്ല രീതിയിൽ റീപ്ലേസ് ചെയ്തവർ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അത് നമുക്ക് വിശ്വസിക്കാം, കാരണം അവർ നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട് OnePlusൻ്റെ ഭാഗത്തുനിന്ന്. സോ ഗ്രീൻ ലൈൻ ഇഷ്യൂ സോൾവ്ഡ്. ഇനി സർവീസ് സെൻറ്റർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സർവീസ് സെൻറ്റർ കിട്ടുന്നുണ്ട്. സോ അത് അവരുടെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ റീജിയനിൽ കോഴിക്കോടൊക്കെ എന്തായാലും OnePlusൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട്. സോ അങ്ങനെയാണ് ഇതിനൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. നിങ്ങൾ എടുക്കുന്നേരം ഒന്ന് സൂക്ഷിക്കണം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്തായാലും എടുക്കാൻ പറ്റും, നല്ല ഫോണാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും ബെല്ലേക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Instagram ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ടെക് റിലേറ്റഡ് കണ്ടന്റിനും ഓട്ടോമൊബൈൽ കണ്ടന്റിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.